വെറുതെ വിളിച്ചതാണോ? മനയിൽ വന്നു പോയ സമയത്ത് എനിക്ക് വൃന്ദയോട് ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങളൊന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല. സർ, ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കാം. പിന്നീട് സംസാരിച്ചാൽ മതിയോ? ഞാനിപ്പോ വിളിച്ചത് നമ്മുടെ കല്യാണക്കാര്യം സംസാരിക്കാനല്ല. പിന്നെന്തിനാ സർ? തന്റെ ഫ്രണ്ടിനെ ഞാൻ 2 തവണ വിളിച്ചു. അത് ഏത് ഫ്രണ്ടിനെ? മോഴക്കുന്നിലെ ആരതി. ആരതിയോ? ആരതിയെ കുറിച്ചാണല്ലോ ACP ചോദിക്കുന്നത്. ആരതിയെ ഫോണിൽ കിട്ടാത്തോണ്ടാ ഞാൻ വൃന്ദയെ വിളിച്ചത്. ആരതിയോട് നാളെ എന്റെ ഓഫീസിലെത്താൻ പറയണം. നാളെയോ? അടുത്തെന്തോ പണി വരുന്നുണ്ടല്ലോ. മിണ്ടാതെ. സർ, അവളെ ഞാനും വിളിച്ചിരുന്നു. അവളെ കിട്ടുന്നേ ഇല്ല. കിട്ടുവാണെങ്കിലേ ഞാൻ അപ്പൊ തന്നെ പറയാം. പിന്നെ സർ, ആരതിയുടെ കാര്യം നടക്കുമോന്ന് എനിക്ക് ഉറപ്പില്ല. അതൊന്നും എനിക്ക് അറിയണ്ട. നാളെ ഏത് സമയത്തായാലും എനിക്ക് ആരതിയെ മീറ്റ് ചെയ്തേ പറ്റൂ. നിങ്ങൾ അവളെ ഇവിടെ കൊണ്ടുവന്നിരിക്കണം. സർ, അത് സർ, ആരതിയെ എനിക്ക് നേരിട്ട് കണ്ടേ പറ്റൂ. നാളെ എങ്ങനെ നമ്മളെ ആരതിയെ ACPയുടെ മുന്നിൽ ഹാജരാക്കും? അത് നടക്കുന്ന കാര്യമല്ല. അത് നടക്കുന്ന കാര്യമല്ലെന്ന് ACPക്കും അറിയാം. നമ്മളെ ഒന്ന് വിരട്ടി നോക്കിയതാ. ഈ ACP ഇത് എന്തൊരു മനുഷ്യനാ? കല്യാണം ആലോചിച്ച പെണ്ണിനെ വിളിച്ചിട്ടാണ് ഇമാതിരി വർത്താനൊക്കെ പറയുന്നത്. അതിനും നമുക്ക് അയാളെ കുറ്റം പറയാൻ പറ്റില്ല. ഇതൊക്കെ ACPയുടെ ജോലിയുടെ ഭാഗമല്ലേ. ആരതിയെ വിളിച്ചിട്ട് കിട്ടാതെ വന്നതുകൊണ്ടാ ACP എന്നെ വിളിച്ചത്. അനു, നീ എന്താ ACPയുടെ കോൾ എടുക്കാതിരുന്നേ? ആ ഫോൺ എപ്പോഴും എന്റെ കയ്യിൽ ഉണ്ടാവില്ലല്ലോ. ആ ഫോണും ഞാൻ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുക. ആരതിയെ നാളെ നമ്മൾ എങ്ങനെ ACPയുടെ മുന്നിൽ ഹാജരാക്കും? എനിക്കൊരു ഐഡിയ ഇല്ല. അനു, ഇക്കാര്യത്തിൽ നീയാ മറുപടി പറയണ്ടേ. നമ്മൾ ആരതിയെ ACPക്ക് മുൻപിൽ ഹാജരാക്കിയിരിക്കും. ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? നടക്കുന്ന കാര്യം ആയതുകൊണ്ടാണല്ലോ ഞാൻ ഇത്രയും കോൺഫിഡന്റ് ആയിട്ട് പറയുന്നത്. എങ്ങനെ നടത്തുന്ന? ആരും നടത്തും. അവൻ ഇക്കാര്യത്തിൽ നമ്മളെ സഹായിക്കാതിരിക്കില്ല. അവൻ മനസ്സ് വെച്ചാലേ ഇക്കാര്യം നടക്കൂ. ആരതി ACPയുടെ മുമ്പിൽ ഹാജരാക്കണോ? നാളെ ആരതിയെ ACPയുടെ മുൻപിൽ ഹാജരാക്കണോന്ന് ACP വൃന്ദയെ വിളിച്ച് പറഞ്ഞിരിക്കുക. ആരതിയെ നമ്മൾ എത്തിക്കാതിരുന്ന ACP നമ്മളെ എല്ലാം സംശയിക്കും. നമ്മൾ ACPയെ ചീറ്റ് ചെയ്തതാന്ന് കരുതും. ACPയുടെ നീക്കങ്ങൾ നമുക്കൊരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അയാളുടെ ബുദ്ധി ഏത് വഴിക്ക് സഞ്ചരിക്കുന്നുവെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല. അല്ല, ആരതിയെ ACPയുടെ മുമ്പിൽ ഹാജരാക്കാന്ന് നിങ്ങൾ സമ്മതിച്ചോ? സമ്മതിച്ചാലും സമ്മതിച്ചില്ലെങ്കിലും ആരതിയെ ACPയുടെ മുമ്പിൽ കൊണ്ട് പ്രസന്റ് ചെയ്തേ പറ്റൂ. നമ്മളത് ചെയ്തില്ലെങ്കിൽ ഈ കളി തീക്കളിയാവും. ACP വൃന്ദയ്ക്ക് അന്ത്യശാസനം കൊടുത്തിരിക്കുക. നാളെ എപ്പോ ആണെങ്കിലും ആരതിയെ ACPയുടെ മുമ്പിൽ എത്തിക്കണം. അനു, ആരതി എത്തിക്കാന്ന് നീയാ ഞങ്ങൾക്ക് വാക്ക് തന്നെ. ഇവന്റെ വാക്ക് വിശ്വസിച്ച ഞാനത് പറഞ്ഞത്. ഇങ്ങനൊരു ആവശ്യം വന്നാ സഹായിക്കാന്ന് ഇവൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. എടാ ആരവേ, നീ എന്നെ ചതിക്കല്ലേ. ആരവേ, ആരതി ഇപ്പൊ എവിടെ ഉണ്ടെന്ന് നീ പറ. നമുക്ക് അതിരാവിലെ പുറപ്പെട്ടു പോയി ആരതിയെ കൂട്ടിക്കൊണ്ടുവരാം. നീ എന്താ മിണ്ടാ നിക്കുന്നേ?
നീ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യില്ലേ? നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തുറന്നു പറ. ആരതിയെ കൊണ്ടുവരുന്ന കാര്യം ഉടനെ നടക്കില്ല. അതെന്താ? എപ്പോ വേണമെങ്കിലും വിളിച്ചാ അവള് വരൂന്നല്ലേ നീ പറഞ്ഞേ? ഇപ്പൊ കാര്യത്തിലെടുത്തപ്പോ നീ ഇത് കാല് മറന്നേ? എടാ കാര്യം മാറില്ലേ, ഞങ്ങൾ എല്ലാവരും കുഴപ്പത്തിലാവും.